ഗോപാൽജി നമസ്തേ. നമസ്തേ. ഇന്ത്യ ലൈവിൻ്റെ ഫ്ലോറിലേക്ക് ഗോപാൽജി വരുന്നത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഗോപാൽജിയെ പോലെ ഈ സമാജ സേവയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാൾ ഇന്ത്യ ലൈവിൽ ഞാനിവിടേക്ക് എത്തിയതും വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും ഗോപാൽജിയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നറിയാം. അപ്പോൾ ഗോപാൽജി ഇപ്പോൾ വരുന്നത് ഒരു വിശേഷമായിട്ടാണ് അല്ലേ. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു മുരുക സംഗമം നടക്കുന്നു. മുരുകൻ്റെ ഒരു മുരുകയുഗം ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ LMR രജിത് ജിയൊക്കെ കാര്യമായൊരു പ്രചാരണം നടത്തി ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. എന്താണ് തിരുവനന്തപുരത്ത് പെട്ടെന്നൊരു മുരുക സംഗമത്തിൻ്റെ? തിരുവനന്തപുരത്ത് മുരുകഭക്തന്മാർ ധാരാളം സ്ഥലമാണ്. തമിഴ് കൾച്ചറുള്ള ധാരാളം ആൾക്കാർ തമിഴ്നാടുമായി ചേർന്ന് നടക്കുന്ന പിന്നെ തമിഴ് സംസ്ഥാനം. അത് മാത്രമല്ല, അവിടുന്ന് കാവടി നിരന്തരമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ മുരുകക്ഷേത്രങ്ങളിലേക്ക്. രാവിലെ എഴുന്നേറ്റിട്ട് ബൈക്കിൽ പോയി മുരുകക്ഷേത്രങ്ങളിൽ തമിഴ്നാട്ടിൽ പോയിട്ട് തൊഴുതു വരുന്ന ആൾക്കാരുണ്ട്. അത്രയൊരു വികാരം ഈ മുരുകനുമായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം, നമ്മുടെ അവിടുത്തെ ഒരു കൗൺസിലറുണ്ട് കരമനാജിത്ത്, നടന്ന് തൃച്ചണ്ടൂർ പോണ ആളാണ്. ഒരു 100 പേര് അത് കൂടി 1000 പേരാണ്. ഷർട്ടൊന്നും ഇടൂല, വെറും മുണ്ട് കാൽനടയായിട്ട് ചെരുപ്പ് പോലും ഇടാതെ. അവരെ മാണിക്യം എന്ന് പറഞ്ഞ ഒരാളുടെ മുതിർന്ന ഒരാളാണ്. ഇങ്ങനെ കുറേ അതുകൊണ്ട് ഗുരുസ്വാമിമാർ ധാരാളം ഉണ്ട് അവിടെ. ഈ ഗുരുസ്വാമിമാരൊക്കെ എല്ലാം കൂടി പോയി അവസാനം അവിടെ എത്തുമ്പോഴേക്കൊരു വലിയ സംഖ്യയാവും. ഇങ്ങനത്തെ ഒരു മുരുക ഭഗവാനോട് വലിയ ആഭിമുഖ്യമുള്ളൊരു പ്രദേശമാണ്. പക്ഷെ ഭക്തി അവസാന ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ മലബാറിൽ പോയാലും ഉണ്ട് ഈ സംഗതി, എല്ലായിടത്തും ഉണ്ട്. മലബാറിൽ എങ്ങനെയാ വെച്ചാൽ കാവി മുക്കും, എന്നിട്ട് ആ കാവി മുണ്ടെടുത്ത് ശരി സന്യാസിമാരെ പോലെ വീടുകളുടെ മുമ്പ് പോയി ശംഖ് വിളിക്കും, എന്നിട്ട് അവിടെ നിന്ന് ഭിക്ഷയാചിക്കും. ആ അരിയൊക്കെ കിട്ടിയിട്ട് അത് ഈ ചുമലിലൊരു പൊങ്കണം വയ്ക്കും. അത് കൊണ്ടുവന്നിട്ടാണ് വീടുകളിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ച് കഴിച്ച് അത്രയും വലിയ ഭക്തിയോട് കൂടിയിട്ടാണ് പഴനിക്ക് പോകുന്നത്. അത് പഴനിക്ക് പോകുക മാത്രമാണ്, മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്കല്ല, പഴനിക്ക്. ഇതെല്ലാ ഭാഗത്തും ഉണ്ട്. അത് തിരുവനന്തപുരത്ത് ഈ തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിന് വലിയൊരു പ്രത്യേകത അവിടെ ഉണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് വിചാരിച്ചു അല്ല, ഇതൊരു നിയോഗം കൂടിയായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഈ മുരുകനുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാര്യ ഭയങ്കര മുരുക ഭക്തയാണ്, പക്ഷെ ഞാൻ ശിവഭക്തനാണ്. ശിവനാണ് എൻ്റെ ആള്. പിന്നെ മൂകാംബിക ദേവി, അതും ശാക്തേയമാണ്. അപ്പോൾ പക്ഷേ മുരുകൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ LMR ഒരു മൂവ്മെൻറ്റ്, അവരാണ് കേരളത്തിൽ പെട്ടെന്നൊരു മുരുക തരംഗം ഉണ്ടാക്കാൻ അവരുടെ ഒരു സംഭാവന വലുതാണ്. അതിൻ്റെ കുറേ പരിപാടികളിൽ പോകുമ്പോൾ ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ്, സ്ത്രീകൾ. കേരളത്തിൽ നമ്മൾ കരുതുന്ന പോലെ അയ്യപ്പനും ഗുരുവായൂരപ്പനും ഒപ്പം തന്നെ പോപ്പുലറാണ് മുരുകൻ്റെ ഭക്തരും. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ മുരുക സംഗമം ഇപ്പോൾ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ BJP മുൻകൈയെടുത്ത് BJP പിന്നിൽ നിന്ന് ഒരു മുരുക സംഗമമൊക്കെ നടത്തി, തമിഴ്നാട് സർക്കാർ നടത്തി. അപ്പോൾ കേരളത്തിൽ ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. കാരണം ഞാൻ ഈ പരിപാടിയെക്കുറിച്ച് ചിന്തിച്ച സമയത്ത് ഞാൻ ആദ്യം LMR രഞ്ജിത്തിനാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സർവ്വവിധ പിന്തുണ ഞാൻ തരാം, ഞാൻ അവിടെ ആ 3 ദിവസം ഉണ്ടാകുകയും ചെയ്യും. എന്നോട് പറഞ്ഞു 3 ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കതിലൊരു കുറച്ചൊരു ആവേശം കിട്ടി. അവരുടെ വർക്ക് തിരുവനന്തപുരത്ത് അങ്ങനെ ഉണ്ടെന്ന് പറയാനും സാധിക്കില്ല, 1-2 ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു പ്രചോദനം അതിൽ നിന്ന് കിട്ടി. അപ്പോൾ വിചാരിച്ചു അങ്ങ് നടത്താം, ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല. രാഷ്ട്രീയത്തിൻ്റെ യാതൊന്നുമില്ല, പക്ഷെ ആർക്കെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. കാരണം കാഴ്ചപ്പാട് നമ്മളത് ദേശീയ കാഴ്ചപ്പാടാണ്, ഭാരതീയതയാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു കാര്യം. അതിപ്പം ഏകദേശം തെളിഞ്ഞു. ഈ ഭാരതത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തെ കുന്നിൻ്റെ മുകളിലുള്ള പിന്നെ മുരുക ഭഗവാന്റെ അസ്ഥി ഉണ്ടെന്നുള്ളൊരു സങ്കല്പമല്ലേ, അവിടെ നിരവധി ആൾക്കാർ പോയി തൊഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആസേതു ഹിമാചലം ശരിയായിട്ട് വരുന്നു, ഭാരതം ഒന്നാണെന്നുള്ള കാഴ്ചപ്പാടുണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞ ഈ സംഭവമില്ലേ, ഈ കാശ്മീരത്തിൽ ഭഗവാനുമായി ബന്ധമുള്ള, അതേക്കുറിച്ച് ആൾക്ക് അറിയത്തില്ല. അതെന്താ സംഭവിച്ചിരിക്കും? അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് അവിടെ അദ്ദേഹത്തിൻ്റെ അസ്ഥി നിലനിൽക്കുന്നതാണ്. ഇപ്പം അസ്ഥി എന്ന് പറഞ്ഞാൽ എല്ല് തന്നെ, അല്ലാണ്ട് അസ്തിത്വത്തിന്റെ പേരുള്ളതല്ല, അതുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ച ഒരു ക്ഷേത്രമുണ്ട്, വലിയ ഉയരത്തിലുള്ള കുന്നാണ്. അതിന്റെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിരവധി ആൾക്കാർ പോകുന്നു. ഈ ഭഗവാന്റെ ഭൗതിക അവശിഷ്ടം അവിടെ ആകുന്നുള്ളതില്ലേ. അല്ല, അവർ പറഞ്ഞ അസ്ഥി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഏറ്റവും ദക്ഷിണേന്ത്യക്കാരെ ആരാധിക്കുമെന്ന് പറയുന്ന ഭഗവാന്റെ അസ്ഥി അവിടെ സൂക്ഷിച്ചു വെച്ചുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ ഭാരതത്തിന്റെ അഖണ്ഡതയെ കുറിച്ചിട്ടാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിൽ ഇപ്പോൾ പ്രാവശ്യം നമ്മളൊരു വിഷയം എന്താണ്,
അതായത് പിന്നെ മുരുക ഭഗവാനും ഭാരതീയ ഏകാത്മത എന്നുള്ളൊരു വിഷയം നമ്മൾ സംസാരിക്കാൻ വെച്ചിരിക്കുന്നു. അത് താങ്കളിനെ ഒന്ന് സംസാരിക്കുന്നത്. അതെ അതെ, സെമിനാറിൽ. അപ്പം അത് കണ്ടിട്ടാണ് അത് വെച്ചത്. അപ്പം നമ്മുടെ മുമ്പിലുള്ളത് ഏകാത്മ മാനവ ദർശനം തന്നെയാണ് ശരിക്ക് ഈ മുരുക ഭഗവാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരിപാടിയിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ കാര്യം അതാണ്. രാഷ്ട്രം എന്നുള്ളൊരു വലിയ ചിന്ത ഇത് തന്നെയാണ് രജിത്ജി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാഴ്ചപ്പാട്. രാഷ്ട്രം എന്നുള്ള സങ്കല്പം ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി യാഗം നടത്തുന്നു. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ശത്രുക്കളാണ്. അതെ, എന്നോട് ഒരാൾ പറഞ്ഞതെന്നറിയോ, ഇത് വലിയ തമാശയാണ്, ഗോപാൽജിയോട് പറയാം, പഴയ BJP-യുടെ കാര്യകർത്താവൊക്കെ ആയിരുന്നല്ലോ. എന്നോട് ഒരാൾ പറയാണ്, നിങ്ങൾ LMRKയുടെ പരിപാടിക്കൊക്കെ പോകുന്നത് സൂക്ഷിക്കണം, അവർക്ക് വേറെ അണ്ടർ ദ ടേബിൾ ഏർപ്പാടുണ്ട്. BJP-ക്ക് ഡൽഹിയിൽ നിന്ന് ബ്ലാക്ക് മണി വരുന്ന മുഴുവൻ LMRK വഴിയാണ്. അതെ, അങ്ങനെ പറയേണ്ട ആൾക്കാരുണ്ടാവും. അതെ, ഇപ്പൊ നമ്മുടെ ഭജൻ വെച്ചിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ചിട്ട്, നന്ദഗോവിന്ദത്തിന് വലിയ പ്രചരണമാണ് ഇപ്പൊ അത്. കാരണം ഇവര് സംഘികളാണെന്നും അവിടുത്തെ BJP-യുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ചിന്തിച്ചിട്ടല്ല അങ്ങനത്തെ കാര്യം. നമ്മളത് അടിയുറച്ചുകൊണ്ട് ഇപ്പം ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 101 വർഷമായിട്ട് ഭാരതത്തിലൊരു വലിയ തപസ് നടക്കുന്നുണ്ട്. ആദ്യമുള്ള വിരലിലെണ്ണാവുന്ന ആൾക്കാർ തപസ് എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് അതിൻ്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ എന്താണ് അവസാനം? എൻ്റെ രാഷ്ട്രത്തെ പരമമായ വൈഭവത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അത് പ്രാർത്ഥനാ രൂപത്തിലാണ്. അതിനുവേണ്ടി എൻ്റെ ശരീരം പതിക്കട്ടെ, പതത്വേഷകായോ എന്നുള്ളതാണ്. അപ്പോൾ ആ പതിക്കട്ടെ എന്നുള്ളത് കഴിഞ്ഞ 101 വർഷമായി കുറച്ച് ആൾക്കാർ തുടങ്ങി. ഇന്ന് കോടിക്കണക്കിന് ആൾക്കാർ ആ പ്രാർത്ഥനയല്ല, ആ തപസ്സിനും പ്രാർത്ഥനയ്ക്കും ഫലമില്ലേ? അതെ അതെ, അല്ല നമ്മുടെ ഗണനീയത്തിൽ പറയുന്നില്ല, എൻ്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ആരൊക്കെ അതിലേക്ക് വരുന്നോ അതിനൊക്കെ സ്വാഗതം ചെയ്യില്ലേ വേണ്ടത്? അല്ലെ ആര് വന്നാലും ശരി. അല്ലെ സന്യാസിമാരൊക്കെ ധാരാളം ഈ തപസ്സിന് കൂടിയില്ലേ? വിഭജിച്ച് നിന്നിരുന്ന മഠങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് വരുന്നു. ആ സമയത്ത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനം എന്താ? ഭാരതത്തെ പരമമായ വൈഭവത്തിലെത്തിക്കണം, ലോകസ്ഥാനത്തെത്തിക്കണം. അതെ, അപ്പം ഇതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ആരൊക്കെ ഒന്നിച്ചു കൂടുന്നു അതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് ഹിന്ദുധർമ്മ പരിഷത്ത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ പരിപാടികൾ എത്രാം തീയതി ആരംഭിക്കും? ജനുവരി 16 2026, അതായത് ഈ വർഷം ഈ മാസം അടുത്ത ആഴ്ച 16, 17, 18 തീയതികളിൽ പൂജപ്പുര മൈതാനത്ത് വെക്കുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നവരാത്രി എഴുന്നള്ളിപ്പ് വന്നിട്ട് മുരുക ഭഗവാനെ കൊണ്ട് അവിടെയാണ് വെക്കുന്നത്. ഓ അത് ശരി. അതുകൊണ്ട് നമ്മളൊരു സാന്നിധ്യമുള്ള സ്ഥലമാണ്. അത് സരസ്വതി മണ്ഡപം എന്നാണ് അതിൻ്റെ പേര് തന്നെ. പക്ഷേ മുരുക സാന്നിധ്യം അവിടെയാണ്, മുരുകനെ കൊണ്ടുപോയി വെക്കുന്ന അവിടെയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പരിപാടി ചച്ചു, ഇതിൻ്റെ സംഘാടക സമിതി തീരുമാനിച്ചു, ഈ 6 മുരുകക്ഷേത്രങ്ങളുണ്ട്, 6 പടൈ അവിടെ പോയി പൂജിച്ചിട്ട് ആ ഒരു വേല് തിരുവനന്തപുരത്തെ സംഘാടക സമിതി ഓഫീസിൽ അവിടെ പ്രതിഷ്ഠിക്കണം. ആ പ്രതിഷ്ഠിക്കുന്ന വേലായിരിക്കണം നമ്മളെ പൂജപ്പുര മൈതാനത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അത് നടന്നോ? അത് ആ രജിത്ജി, അതായത് LMRKയുടെ രജിത്ജി ആദ്യം പൂജിച്ച് കയ്യിൽ കൊടുത്ത് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആൾക്കാർ 4 പേര് അവർ ഈ 4 സ്ഥലങ്ങളിൽ 6 പടയിൽ അവിടെ പോയി പൂജിച്ചതിന് ശേഷം അത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഇദ്ദേഹം തന്നെ വന്നിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം അവിടെ ഒരു വലിയ പൂജ നടത്തി. ആ പൂജയിൽ നിരവധി പേര് പങ്കെടുത്തു. LMRKയുടെ ആൾക്കാർ മാത്രമല്ല, അല്ലാത്ത ആൾക്കാരും പങ്കെടുത്തു. അതാണ് ഇപ്പോൾ അവിടെ ആദ്യ ദിവസം തന്നെ അതാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ 16-ാം തീയതി ഘോഷയാത്രയോടെ ഈ വേല് നമ്മുടെ ഓഫീസിൽ നിന്ന് പൂജപ്പുര മൈതാനത്തിൽ ഒരു കെട്ടി തയ്യാറാക്കേണ്ട അവിടെ. അതേ ദിവസം തന്നെ താങ്കളുടെ സഹധർമ്മിണി മുരുക ഭക്തനും താങ്കൾ ശിവഭക്തനല്ലേ, തമ്മിലും അന്ന് ശിവലിംഗ അതേയോടുകൂടി ശിവലിംഗം അങ്ങോട്ട് തന്നെ ശോഭയാത്രയോട് കൊണ്ടുപോവാണ്. ഇതെല്ലാം താങ്കളുമായി ബന്ധപ്പെടുത്തി അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ. പിന്നെന്തൊക്കെയാ പരിപാടികൾ? പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ രാവിലെ മുതൽ ഗണപതി ഹോമം തുടങ്ങും. ഗണപതി ഹോമം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവനുമായി ബന്ധപ്പെട്ട ചില പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെമിനാറുകളുണ്ട്. എല്ലാ ദിവസവും
പല വിഷയങ്ങളെക്കുറിച്ചിട്ട് ആൾക്കാർ സംസാരിക്കും. എല്ലാം ഈ മുരുകനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് രാഷ്ട്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിലൊന്നും ഒരു ഒളിച്ച് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, ശർക്കരയൊന്നും, കയ്പാണെങ്കിൽ കയ്പ് തന്നെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ 4 മണിക്ക് നമ്മളെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നടക്കുന്നത് 16-ാം തീയതി വൈകിട്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പം ദീപപ്രജ്വലനം നടത്തുന്നു, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ആദ്യം തന്നെ ചെങ്കോട്ടൂർ ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ മഠാധിപതി ശാന്താനന്ദ മഹർഷി, അദ്ദേഹമാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുക. അന്ന് വേറെ സന്യാസിമാരുണ്ടാവും, വേറെ പല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആ പരിപാടിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി 7 മണിക്ക് ഈ ഭജൻ, നന്ദഗോവിന്ദം ഭജനുണ്ട്. 10 മണി വരെ, 10 മണി വരെയാണ് പെർമിഷൻ. പിന്നെ നെക്സ്റ്റ് ഡേ ഇതേപോലെ തന്നെ പരിപാടികളാണ്. അന്ന് ഈ ഒരു നമ്മളെ എല്ലാവരും അറിയപ്പെടാനുള്ളൊരു സെമിനാർ നടത്തുന്നത് ഭാരതീയ മുരുക ഭഗവാനും ഭാരതീയ ഏകാത്മ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം അതന്നെ. അന്നും വേറെ പരിപാടി, കുറേ ഭജന, സായി ഭജനക്കാരൻ, ഇത് വിവിധ സംഘടനകൾ ഇതിനോട് ചേർന്നിട്ടുണ്ട്. സായി ആളുകൾ ഇതിനോട് ചേർന്നിട്ടുണ്ട്, LMRK ഉണ്ട്. അവരൊക്കെ അവരുടെ യൂണിഫോമിൽ വരും ഈ ദിവസങ്ങളിൽ. പ്രൊസഷൻ വരുന്ന സമയത്ത് അവരുടെ യൂണിഫോമിലാണ് വരിക, അവർക്കൊക്കെ ഉള്ള യൂണിഫോമിൽ. അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ കൂട്ടി ഉണക്കിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അല്ലാണ്ട് ഹിന്ദുധർമ്മ പരിഷത്ത് ഒരു സങ്കുചിത ഇതിലല്ല, എല്ലാവരും ഉൾക്കൊള്ളാണ്, എല്ലാ ആൾക്കാരെയും. പിന്നെ ഇതിൽ മുസ്ലിം ആൾക്കാരുണ്ട്. ഇപ്പം നിംസിന്റെ MD ഉണ്ട് ഫൈസൽ ഖാൻ. ഫൈസൽ ഖാൻ രക്ഷാധികാരിയാണ്. ഒരു പരിപാടിയിൽ അദ്ദേഹം പബ്ലിക് മീറ്റിംഗിൽ സംസാരിക്കുന്നത്. അപ്പം ഇത്തരം ആൾക്കാരൊക്കെ ഇതിലുണ്ട്. പിന്നെ സെൻകുമാർ സാറ് രക്ഷാധികാരിയാണ്. കാരണം അറിയപ്പെടുന്ന പല പ്രമുഖരും വനവാസികളായിട്ടുള്ള ലക്ഷ്മിക്കുട്ടിയമ്മ, അദ്ദേഹം നമ്മുടെ രക്ഷാധികാരിയാണ്, വനത്തിൽ ജീവിക്കുകയാണ്. അത്തരം പരിപാടികളും എല്ലാം ഉൾക്കൊണ്ടിച്ചുകൊണ്ട് ആകെ മൊത്തം ഒരു വലിയ പരിപാടിയാണ്. പിന്നെ നമ്മുടെ മറ്റേ മലപ്പുറത്തെ കുട്ടിയുടെ വയലിൻ കച്ചേരി ഉണ്ട്. ആ കുട്ടിയുടെ ഗംഗാ ശശിധരൻ. അതേപോലെ വടക്കമ്പറമ്പൂരിൽ നിന്നുള്ള മറ്റേ കണ്ണൻ, അദ്ദേഹത്തിന്റെ പരിപാടി ലാസ്റ്റ് ഡേ ഉണ്ട്, അവസാന ദിവസം. സായിയുടെ ഭജനയുണ്ട്, സായി ഭജനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്കൊരു വലിയ ആത്മീയ ഉണ്ടാകണം എന്നുള്ള പരിപാടിയാണ്. കേരളത്തിലെ മുഴുവൻ മുരുക ഭക്തരുടെയും സാന്നിധ്യം. പിന്നെ പഴനിയിൽ നിന്ന് വരുന്ന ആ സിദ്ധാർ, അദ്ദേഹത്തിന്റെ ഒരു പൂജ ലാസ്റ്റിൽ ഒരു എന്താ പറയാ ഹോമം, ആ ഒരു പരിപാടി നടക്കുന്നുണ്ട് 18-ാം തീയതി. മറ്റുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ട് തന്നെ ഈ ഹോമം നടന്നുകൊണ്ടിരിക്കുക അവിടെ. അതിൽ ആൾക്കാർക്ക് ആ ഹോമത്തിൽ പങ്കെടുക്കാൻ വരാം. പിന്നെ വേലുപൂജ, രുചി നേരിട്ട് നടത്തുന്ന വേലുപൂജ ഉണ്ട്. അവസാനം അദ്ദേഹത്തിന്റെ വേലുപൂജയോടെയാണ് ഇതിന്റെ സമാപിക്കുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ മുരുക ഭക്തരായ ആളുകൾക്ക് ഒരു അസുലഭ അവസരമാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനും അതിന്റെ പ്രാർത്ഥനകളിലും പൂജകളിലും ഒക്കെ പങ്കെടുക്കാനും പറ്റുന്ന ഒരു അപൂർവ അവസരമാണ്. എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവിടെ പങ്കെടുക്കാൻ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ തള്ളിക്കയറ്റം ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു ടിക്കറ്റ് വെച്ചിട്ടുണ്ട്. തള്ളിക്കയറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല രാവിലെ മുതലേ ആൾക്കാർക്ക് വരാൻ പോകാം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 2.5 ലക്ഷം ആൾക്കാരാണ്. പല സമയത്തായിട്ട് വന്നു പോകുന്നു തൊഴുതു പോകുന്നു. അങ്ങനത്തെ അവസാന ദിവസം വിട്ടുപോയതാണ് കാവടി. വിവിധ സ്ഥലത്ത് നിന്ന് കാവടി ഇല്ലാതെ മുരുകനില്ലല്ലോ. ആ കാവടി വന്നിട്ട് അവിടെ അവരുടെ രീതിയിലുള്ള കളികൾ കളിക്കും. എന്നിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് എല്ലാ സ്ഥലത്തും കാവടി ഉള്ള ദിവസം കൊടുക്കുന്ന ഒരു സംഗതി കഞ്ഞിയും പുഴുക്കും. നമ്മളും തന്നെ കൊടുക്കുന്ന ലാസ്റ്റ് ഡേ എല്ലാവർക്കും വരുന്ന ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ കഞ്ഞിയും പുഴുക്കും കൊടുക്കും. വേണ്ടവർക്ക് അത് കഴിക്കാം. ഏതായാലും കാവടി എടുക്കുന്ന ആൾക്കാർ മുഴുവൻ അതിൽ വരും. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്ങനെയാ? അത് 1000 രൂപയുടെ ഒരു മുമ്പിൽ പോയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇരിക്കാം. കസേര അതിനുള്ള. പിന്നെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ 500 രൂപയുടെ, ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മൾ ഗാലറി ഏർപ്പാടുണ്ട്, അതിലിരിക്കാം. അങ്ങനെ പൈസ കൊടുക്കാത്തവർക്കും എല്ലാവർക്കും വരാം. പിന്നെ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള നിലയ്ക്കാണ് ടിക്കറ്റിൻ്റെ രണ്ടും. അതെ, അത് വേറെ തിരിച്ച് സ്ഥലം തിരിക്കും. അങ്ങനെ. അപ്പൊ അത് മാത്രമല്ല, ഇത് ആവശ്യമാണല്ലോ, ഒന്ന് തിരക്കൊഴിവാക്കുക എന്നുള്ളത് വലിയ ബൃഹത് പരിപാടിയാണ്. പോലീസ് വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, നമ്മളതല്ല അല്ലാത്ത ഇങ്ങനത്തെ പരിപാടി നടക്കുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടാണ്, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. പിന്നെ ഒന്നും കൂടി അതിൽ പറയാനുള്ളത്, മേയർ BJPയുടെ ആണെങ്കിൽ പോലും ഹിന്ദുത്വ ആദർശം ഉള്ള ആളാണെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ടല്ല നടത്തുന്നത്. എല്ലാം വാടക കൊടുത്തിട്ട്, മൈതാനത്തിന് വാടക കോർപ്പറേഷൻ്റെ ആണ്.
എല്ലാം വാടക കൊടുത്തിട്ടാണ് നടത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല പറയും ഉണ്ടാ കോർപ്പറേഷൻ വന്നു എല്ലാം ഫ്രീ ആയിട്ട് അത് ഒന്നുമില്ല. MLA-മാർക്ക് പിന്നെ മേയർ നമ്മൾ പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട് അതിഥിയായിട്ട്. അത് വിളിക്കണമല്ലോ. അതെ, മേയറാണ്, ഡെപ്യൂട്ടി മേയറെ വിളിച്ചിട്ടുണ്ട്, ഇവരൊക്കെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നടന്നിട്ട് ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഒരു മുരുക സംഘമാണ് നടക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാം ഭഗവാൻ മുരുകൻ്റെ പേരിൽ നടന്നിട്ടില്ല. അതെ. അപ്പോൾ ഏതായാലും ഇത് ഈ ഭഗവാൻ ഇപ്പോൾ LM-മാർക്കിടെ രജിജിയെ കണ്ടെത്തിയതുപോലെ ഗോപാൽജിക്ക് ഒരു ചുമതല ഭഗവാൻ തന്നിരിക്കുകയാണ്. ഭഗവാന്റെ വേല് ഇപ്പോൾ ഗോപാൽജിയുടെ കയ്യിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഏറ്റവും വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മുരുക സംഗമമാണ്. നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കണം, പരമാവധി ആളുകൾ പങ്കെടുക്കണം. അത്യപൂർവമായ ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് ഭാവിയിൽ ഇങ്ങനൊരു അവസരം കിട്ടുമോ എന്നറിയില്ല. ഇതിനകത്ത് ബന്ധപ്പെടാൻ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ വല്ലതും ഉണ്ടോ? എൻ്റെ നമ്പർ തന്നെ കൊടുക്കാം, 9995875723. ഗോപാൽജിയുടെ നമ്പറാണ്. ഒന്നുകൂടെ പറയാമോ? 9995875723. അപ്പോൾ ഈ നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. ഗോപാൽജിയെ വിളിക്കാം, അല്ലെങ്കിൽ ഗോപാൽജിയെ വിളിച്ചാൽ കിട്ടും. നിങ്ങളൊരു SMS അയച്ചാൽ അല്ലെങ്കിൽ വാട്സപ്പ് അയച്ചാൽ ഗോപാൽജി മറുപടി തരും. പരമാവധി എല്ലാ ആളുകളും ഈ അസുലഭ സന്ദർഭം വിനിയോഗിച്ച് തിരുവനന്തപുരത്ത് 16 മുതൽ 18 വരെ നടക്കുന്ന മുരുക സംഗമത്തിലെ ഒരു ദിവസമെങ്കിലും പങ്കെടുക്കാൻ നിങ്ങൾ കരുതി വെക്കണം, മാറ്റിവെക്കണം. ഭഗവാൻ മുരുകൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വെറ്റുവേൽ മുരുകനൊക്കെ ജയ്. ഹര ഹരോ ഹര. എല്ലാവരെയും സ്വാഗതം ചെയ്യും. നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് വേണം. ഇന്ത്യ ലൈവിനെ ഇതൊക്കെ പറയാൻ ഇനിയും കഴിയണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തുക, നമ്മുടെ പ്രൊഫൈൽ തെളിഞ്ഞു വരുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക, ഒപ്പം ബെല്ലൈക്കണം അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം.